കഠിനാധ്വാനത്തിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കെട്ടിപ്പടുത്തതാണ് ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. 2023 മന്ത്രി റിയാസ് വീണയെ വിവാഹം കഴിക്കുന്നത്. അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹത്തെ മരുമോൻ എന്ന് ആക്ഷേപ രീതിയിൽ വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കേരളത്തിലെ വീടുകളിൽ മരുമോൻ എന്നത് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കപ്പെടുന്ന ഒരു പദവിയാണ്. ചില വീടുകളിൽ മാത്രം അത് പ്രശ്നമായിരിക്കും. അതിന്റെ ഈ ചരിത്രമൊക്കെ അറിയാവുന്നവർക്ക് അറിയാം ഏതൊക്കെ വീടുകളിലാണെന്ന്. ആ ശീലം രാജീവ് ചന്ദ്രശേഖരും BJPക്കും ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു വീട്ടിലെ രണ്ടുപേരെ ക്ഷണിക്കാമോ എന്ന് ചോദിക്കുന്ന BJP നേതാവ് ഒരു കാര്യം വ്യക്തമാക്കണം. രണ്ടുപേരും യോഗ്യതയുള്ളവരല്ലേ? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണല്ലോ റിയാസ്. ഓടുപൊത്തി ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. റിയാസിന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണഗതിയിലുള്ള പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടതല്ലേ? രാജീവ് ചന്ദ്രശേഖർ ആ സ്റ്റേജിൽ കയറിയിരുന്നത് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാണുന്ന സ്റ്റേജിലൊക്കെ കയറിയിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെ ഒരു എക്സംഷൻ ഇന്ത്യ രാജ്യത്ത് നൽകിയിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖർ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണെങ്കിൽ CPMന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും അടക്കം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെയും വേദിയിൽ ഇരുത്തണ്ടേ? രാജീവ് ചന്ദ്രശേഖരന് മാത്രം രണ്ട് കൊമ്പുണ്ടോ? എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി സ്റ്റേജിൽ ഇരുന്ന ശേഷം യോഗ്യതയുള്ളവരെ പുറത്താക്കിയ ശേഷം അനാവശ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിമർശനം കൊണ്ടുവരികയാണ്. ഉദാഹരണം, BJPയുടെ ദേശീയ ICC അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്. അതിൽ തലപ്പത്ത് ജയ്ഷാ ഉണ്ടല്ലോ. അമിത്ഷായും ജയ്ഷായും കൂടെ ഒരു വേദിയിലല്ലേ ഇരിക്കുന്നത്. അതിനെപ്പറ്റി എന്താ ഒന്നും പറയാത്തത്? അതിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അന്ന് പിന്നെ ഈ സാരം ഉള്ളതും കൂടെ പോവും. ഇവിടെ റിയാസ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്, പദവിയിലുള്ള ആളാണ്. നിങ്ങൾ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതല്ല റിയാസിന്റെ യോഗ്യതയാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അദ്ദേഹം മന്ത്രിയാണ്. സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള ഒരു വകുപ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ പിറകെ ഇപ്പോൾ ഇരിക്കാനുള്ള യോഗ്യതയെ രാജീവ് ചന്ദ്രശേഖരനുള്ളൂ. ഈ മരുമകൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുന്ന സംസ്ഥാന മന്ത്രിയെ മരുമകൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനോട് എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങളുടെ പൊതുപ്രവർത്തന പാരമ്പര്യം എന്താണ്? കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നാലും അവർക്കൊരു പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. മുതലാളിമാരുടെ പട്ടികയിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്ക് BJPയിൽ മെമ്പർഷിപ്പ് കിട്ടിയത് തന്നെ മുതലാളിമാരുടെ കോട്ടയിലാണ്. നിങ്ങൾക്ക് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റുമോ? എത്രയോ കമ്പനികളുടെ ചെയർമാനും ഉടമയാണ് നിങ്ങൾ. നിങ്ങൾക്ക് വിശപ്പെന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ നെറികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ നാണക്കേടുണ്ടാവുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്? വികസന കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കാതെ വസ്തുതകൾ സംസാരിക്കാൻ BJP തയ്യാറാകണം. ഇപ്പം നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് ഒരു നിലവിലുള്ള MLAക്കെതിരായിട്ട് ഒരു വിചാരണ നടത്തി, കുറ്റവിചാരണ. കുറെ ഉദ്ഘാടനങ്ങൾ സംബന്ധിച്ചതെടുത്ത് വായിച്ചു, കുറെ പ്രോജക്റ്റ്.
പകുതിയിലധികം വരുന്ന പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തതാണ്. അവിടെ ആരോ എഴുതി കൊടുത്ത് വായിച്ചതാണ്. എന്ന് മാത്രമല്ല, ഞാൻ പിന്നെ നിയമമണ്ഡലത്തിൽ ഒ രാജഗോപാൽ സാറ് MLA ആയിരുന്ന 5 വർഷവും അതിനുശേഷം ഞാനിപ്പോൾ MLA ആയ 5 വർഷക്കാലവും നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി ശ്രീ രാജീവ് ചന്ദ്രശേഖരനുമായി ഒരു ഡിബേറ്റ് നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അതിൻ്റെ എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം. അങ്ങയുമായിട്ട് പരസ്യമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി, നല്ല മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാണ്. നമുക്ക് നമ്മുടെ ആ മണ്ഡലത്തിലുള്ള ജനങ്ങളെ കൂടി വിളിച്ചു ചേർക്കാം. നിയമമണ്ഡലത്തിൽ 900 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ അവർ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ നിലയിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ LDFനെ ഒരിക്കലും തള്ളിക്കളയാൻ യാതൊരു സാധ്യതയില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രഹസ്യമറ്റ് ഞങ്ങൾ വെക്കുന്നതല്ല. അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ആക്ഷേപസ്വരത്തിലുള്ള വെല്ലുവിളി അത് പിൻവലിക്കണം. അതാണ് ജനാധിപത്യത്തിന്റെ പോഷണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.